റൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കൊണ്ട് ഒരു പച്ച തീയൽ ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കൊണ്ട് പല രീതിയിൽ പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ചീമച്ചക്ക വറുത്തരച്ച് തീയലുണ്ടാക്കാം, ചീമച്ചക്ക തോരൻ ഉണ്ടാക്കാം, ചീമച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, ചീമച്ചക്ക നല്ല ഇറച്ചി വെക്കുന്നത് പോലെ വരട്ടിയും എടുക്കാം. പക്ഷേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ നാവിൽ നല്ല സ്വാദേറുന്ന നല്ല രുചിയുള്ള നല്ലൊരു പച്ച തേങ്ങ അരച്ച് പച്ച തീയലാണ് വയ്ക്കാൻ പോകുന്നത്. ചീമച്ചക്ക അല്ലെ കടച്ചക്ക ഞാൻ പാതി എടുത്ത് കഴുകി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി, അതായത് ചെറിയ ഉള്ളി 10-20 നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇതിനാണ് ഏറ്റവും നല്ലതായിട്ട് വേണ്ടുന്നത്. പച്ചമുളക് 3 ഞാൻ കീറി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം കടച്ചക്ക എല്ലാം ഒന്ന് എടുത്ത് ഇടുക. കടച്ചക്ക, ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇട്ട് സ്വല്പം ഗരം മസാലപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് പൊടി ഇടുക, സ്വല്പം മുളക് പൊടി ഇട്ട് സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കാദ്യം ഇത് അടുപ്പത്ത് വെച്ച് തയ്യാറാക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ ചീമച്ചക്ക അടുപ്പത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന അരപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് അരമുറി തേങ്ങ ഉണ്ട്, 1 പച്ചമുളക്, 3 ചുമന്നുള്ളി, 3 വെളുത്തുള്ളി, ഇച്ചിരി നല്ല ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, ഇവയെല്ലാം ചേർത്താണ് ഞാൻ അരപ്പ് തയ്യാറാക്കാൻ പോകും. അല്ല, നമുക്ക് ചീമച്ചക്കയുടെ വെച്ച വെള്ളമെല്ലാം ഒന്ന് ഒരുവിധം പറ്റി അരപ്പൂടെ ചേർത്ത് ഇടുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെ അരപ്പ് ചേർക്കുവാണ്. അരപ്പും കൂടെ ചേർത്ത് നല്ലൊരു കളറ് പച്ചത്തീയല്ല, പച്ചമുളകിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം നല്ലതായിട്ട് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. പച്ചത്തീയൽ നല്ലതുപോലെ തിളച്ചു റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തെന്ന് പറയുന്നത് ഇത് താളിക്കുമ്പോൾ നമ്മൾ വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഇടുന്നുണ്ട്. അത് താളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കടുക്, അതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 പത്തൽമുളകും കൂടെ ഇട്ട് ഒന്ന് എടുക്കാം. ഇതിനകത്ത് സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് തേങ്ങയും കൂടാണ് വറുത്ത് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. തേങ്ങയും കൂടെ വറുത്ത് ഇടുമ്പോൾ ഒത്തിരി കൂടെ നല്ല ആ ചീമച്ചക്ക അല്ലെ കടച്ചക്ക പച്ചത്തീയലിൻ്റെ നല്ലൊരു രുചി ഉണ്ടാവും. തിരികെ വെച്ച തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്ത് എടുക്കുക. പച്ചത്തീയൽ നല്ലൊരു തേങ്ങയ്ക്കുള്ള മസാലയെല്ലാം കൂടി ഇട്ട് പ്രത്യേക സ്വാദാണ്. നല്ലൊരു ഫ്ലേവറാവും ഈ കറിക്ക് തന്നെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ചത് ഒഴിക്കാം. നമ്മുടെ കറിയിലേക്ക് ഈ കടുക് താളിച്ചൊഴിക്കുകയാണ്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെയുണ്ട് നമ്മുടെ ഈ കറിക്ക്.
നമ്മുടെ കറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കടുക് താളിച്ച് തേങ്ങ വറുത്തിട്ട് അതിട്ടപ്പോഴത്തേനും ഒരു നല്ലൊരു ഫ്ലേവറിൽ നല്ല രുചിയുള്ളൊരു വിഭവമാണ് ഈ പച്ച തീയൽ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നല്ല നല്ല വിഭവങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. ഇനിയും അടുത്ത നല്ലൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.